ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ഇന്ന് 2 വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഒക്ടോബർ 7 ആരംഭിച്ച ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയ്ക്ക് ഇന്ന് 2 വർഷം തികയുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ ഗാസയെ ഏതാണ്ട് പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു. സമാധാനം മാത്രമാണ് ഏതു കാലഘട്ടത്തിലും പലസ്തീൻ ജനത മുന്നോട്ട് വെച്ചത്. എന്നാൽ സമാധാനത്തിന് നേരെ നിറയൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 67,160 പലസ്തീനികൾക്ക് ഗാസയിൽ ജീവൻ നഷ്ടമായെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ തന്നെ 40% കുട്ടികളാണ്. ഔദ്യോഗിക കണക്കുകളിൽ പെടാത്ത മരണങ്ങൾ അത് വേറെയുമുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയടക്കം കാണാതായവരെ ഒന്നും മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 വർഷത്തിനിടയിൽ ഗാസയെ ഭക്ഷണമോ വെള്ളമോ കിടപ്പാടമോ ഇല്ലാത്ത മരുഭൂമിയാക്കി ഇസ്രയേൽ മാറ്റിയിരുന്നു. അങ്ങനെ നരകിച്ച് പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ മരിച്ചവരും നിരവധിയാണ്. ആ കണക്കുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ യഥാർത്ഥ മരണസംഖ്യയെക്കാളും എത്രയോ കുറവാണെന്ന് സാരം. ഹമാസ് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ മിന്നൽ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം രക്തരൂക്ഷിത കാഴ്ചകളിലേക്കാണ് നീങ്ങിയത്. ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരായ പലസ്തീനികളുടെ ഒരു പ്രതിരോധം എന്ന് മാത്രമേ നമുക്ക് ആ മിന്നൽ ആക്രമണത്തെ വിലയിരുത്താനാകൂ. അതിന് പിന്നാലെ ആശുപത്രികളും സ്കൂളുകളും വരെ ഇസ്രയേൽ സൈന്യം തകർത്തു. പിന്നാലെ അഭയാർത്ഥി പ്രവാഹം, തുടരെയുള്ള ആക്രമണങ്ങൾ. മരണത്തെക്കാൾ ഭയാനകമാണ് ഗാസയിലെ ജീവിതം. എരിഞ്ഞു തീർന്ന 731 ദിനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതകളുടെ എല്ലാം കേന്ദ്രം പലസ്തീൻ ഇസ്രയേൽ പ്രശ്നമാണെന്ന്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പാശ്ചാത്യ ലോകമേറെയും ഇസ്രായേലിനൊപ്പമായിരുന്നു നിന്നത്. എന്നാൽ ഗാസയുടെ മുച്ചൂട് മുടിച്ച് സർവ്വതും നശിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം അനുദിനം ഉയർന്നു വന്നതോടെ പല രാജ്യങ്ങളും അവരുടെ നിലപാട് മാറ്റി. ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നാണ് ഇസ്രയേലിന്റെ ധാരണയെങ്കിൽ ചേർത്തു പിടിക്കാനായിരുന്നു ലോകത്തിന്റെ തീരുമാനം. ഭൂഗോളത്തിന്റെ പല കോണുകളിൽ ഗാസ തളിർക്കുന്നുണ്ട്. ഗാസ കോർണറുകളും അടയാളങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഐക്യദാർഢ്യത്തിന്റെ സ്വരങ്ങൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. മനുഷ്യരാശിയുടെ ആകെ ഉള്ളുപൊള്ളിച്ച 21-ാം നൂറ്റാണ്ട് കണ്ട മഹായുദ്ധം അവസാനിച്ച് പശ്ചിമേഷ്യയിൽ സമാധാന പുലരി വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ നിർണായകമാണ്. ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി വിജയത്തിലേക്ക് കടക്കുകയാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പ്രശ്നം അവസാനിപ്പിക്കുന്നതാകും ഉചിതമായ രീതി. അതാകും സ്ഥിര സമാധാനത്തിലേക്കുള്ള വഴിയും.